അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷെഫി ഉസ്താദ് വളരെയധികം വിഷമത്തിലാണ്. കാരണം മറ്റൊന്നുമല്ല, അതെ, തൻ്റെ രക്തത്തിൽ പിറന്ന ആ ഒരു കുഞ്ഞ് അല്ല, തൻ്റെ രക്തത്തിൽ ഉണ്ടായി വരുന്ന ആ ഒരു കുഞ്ഞ്. റബ്ബേ അല്ലാ, അതിനെ നീ സംരക്ഷിക്കുമോ? ഷെഫി ഉസ്താദ് കരയുകയാണ്. അതെ, താൻ ആറ്റുനോറ്റുണ്ടായ ആ ഒരു കുഞ്ഞ്, അതിന് ഭൂമിയിലേക്ക് വരാൻ കഴിയുമോ? അത് അല്ലാ, സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദിൻ്റെ മാനസിക നില തന്നെ തെറ്റുന്ന പോലെയാണ് ഷെഫി ഉസ്താദിന് തോന്നുന്നത്. റബ്ബേ, എൻ്റെ സീനത്തിന് നീ നല്ല ബുദ്ധി കൊടുക്കല്ല, പഠിക്കാലോ, എൻ്റെ ഉമ്മ കുട്ടിയെ നോക്കുമല്ലോ, പിന്നെന്തിനാ അവൾ അങ്ങനെയുള്ള വാക്കുകൾ പ്രയോഗിച്ചത്? പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഷെഫി ഉസ്താദിൻ്റെ സ്റ്റോറി പറഞ്ഞപ്പോൾ പലരും പല രീതിയിലുള്ള കമൻറ്റുകൾ ഇട്ടു. അതിലെനിക്ക് ഏറ്റവും സങ്കടകരമായ ഒരു കമൻറ്റ് കണ്ടപ്പോൾ വളരെയധികം ദുഃഖം തോന്നി. പടച്ച റബ്ബിനോട് ആ നിമിഷം തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. അല്ലാ റഹ്മാനെ, മക്കളില്ലാത്ത എത്രയോ ആളുകളുണ്ട്, അവർക്ക് റഹ്മാനെ നീ മക്കളെ നൽകുക. അല്ലാ, നിൻ്റെ അടുക്കൽ ഇഷ്ടം പോലെ മക്കളുണ്ടാവുമല്ലോ, പടച്ച റബ്ബേ നീ കൊടുക്ക്. ഇല്ലാത്തവർക്കും വൈകിയാണെങ്കിലും ഒരു കുഞ്ഞിനെ നീ കൊടുക്കല്ല. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സക്കീർ എം എന്നുള്ള ഐഡിയയിൽ വന്നിട്ടുള്ള ഒരു കമൻ്റാണിത്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നിട്ടോ. അസ്സലാമു അലൈക്കും. സീനത്തിന് ആ കുഞ്ഞിനെ വേണ്ടെങ്കിൽ എനിക്ക് വേണം. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 26 വർഷമായി, എനിക്ക് മക്കളില്ല. റബ്ബേ, അവരൊക്കെ സ്റ്റോറി കേൾക്കുമ്പോൾ എത്ര കൊതിക്കുന്നുണ്ടാവും പഠിച്ചവനെ, ഒരു മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലേ. നമുക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിലെന്ന് ഉണ്ടായ കുഞ്ഞിനെ നശിപ്പിക്കുന്ന എത്രയോ ആളുകളുണ്ട്, അത് രഹസ്യമായും പരസ്യമായും. പക്ഷേ ഇങ്ങനെയുള്ള മക്കളില്ലാത്ത എത്രയോ ആളുകളുണ്ട്, അവർ കൊതിക്കുന്നുണ്ടാവും. അല്ലാഹുവേ, വേണ്ടാത്തവർക്ക് നീ മക്കളെ കൊടുക്കും, ആവശ്യമുള്ള ഞങ്ങൾക്ക് നീ മക്കളെ തരുന്നില്ല എന്നവർ മനസ്സിലെങ്കിലും വിചാരിക്കുന്നുണ്ടാവും. പഠിച്ചവനെ, നമ്മുടെ സ്റ്റോറി കേൾക്കുന്ന ഒരുപാട് ആളുകൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണ്. അതായത് പലർക്കും കണ്ണില്ലാത്ത പല ആളുകളും സ്റ്റോറി കേൾക്കുന്നുണ്ട്. അതുപോലെ മക്കളില്ലാത്തവർ, അസുഖം ബാധിച്ചവർ, അങ്ങനെയൊക്കെ ആയിട്ട്. അല്ലാഹുവേ, നിൻ്റെ റഹ്മത്ത് നീ അവർക്ക് ചൊരിഞ്ഞു കൊടുക്ക്. അല്ലാ, നിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അല്പം നീ അവർക്ക് കൊടുക്കല്ല. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്ക് റഹ്മാനെ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുക്കല്ല. ഒരുപാട് അസുഖം കൊണ്ട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും വിഷമങ്ങൾ നീ തീർത്ത് കൊടുക്ക്. സത്യം പറഞ്ഞാൽ ഈ സ്റ്റോറിയൊക്കെ ഞാൻ എഴുതുമ്പോഴേ, എനിക്ക് വരുന്ന കമൻറ്റുകൾ കാണുമ്പോഴേ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോകാറുണ്ട് കേട്ടോ. ഇന്നും ആ കമൻറ്റ് കണ്ടപ്പോൾ വളരെയധികം ദുഃഖം തോന്നി. എന്തൊക്കെ തന്നെയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് സ്റ്റോറിയിലേക്ക് പ്രവേശിക്കാം. അന്ന് തൻ്റെ ഉസ്താദിൻ്റെ അടുക്കൽ നിന്ന് കൂടുതലായിട്ട് തനിക്ക് അറിവുകളൊന്നും കിട്ടിയില്ല. സഹറ ബത്തൂൽ അത് ഉമ്മയോട് വിവരിച്ചു. ഉമ്മ, നമ്മുടെ ഉസ്താദിന് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. എന്നോട് എന്നും പറയുന്ന പോലെയുള്ള സ്റ്റോറികളൊന്നും മുഴുവനാക്കാൻ ഉസ്താദിന് കഴിയുന്നില്ല. ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ കരച്ചിലിൻ്റെ ഒരു ലാഞ്ചനയുണ്ട്. മോൾക്കിതെങ്ങനെ മനസ്സിലായി? എനിക്ക് ഉമ്മ ക്ലാസ് എടുത്ത് പരിചയമുള്ളതാണ്. എൻ്റെ ഉസ്താദിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ദുഃഖങ്ങൾ വിഷമങ്ങളുണ്ടെങ്കിൽ ഉമ്മ എനിക്ക് തിരിച്ചറിയാൻ കഴിയും. സത്യമായിട്ടും മോളെ. ആയിക്കോട്ടെ, എന്താന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് പരിഹാരം കണ്ടെത്താൻ നോക്കാം. ഷെഫി ഉസ്താദ് റൂമിലാണ്. തൻ്റെ വിഷമം, സങ്കടം പഠിച്ചവനെ ആരോട് പറയും? ഒന്നുകൂടി സീനത്തിന് വിളിക്കട്ടെ. അപ്പോൾ തന്നെ അതാ ഷെഫി ഉസ്താദ് ഫോൺ വിളിക്കുന്നു. ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. ഓൾ എടുക്കൂല, അല്ലെങ്കിലും എന്നോൾക്ക് ഇഷ്ടമല്ലല്ലോ. ഷെഫി ഉസ്താദ് സങ്കടപ്പെട്ടു. വീണ്ടും അടിച്ചു. ഹലോ മോളെ സീനത്തെ, എന്താണ്? ഇക്കാൻ്റെ കുട്ടിക്ക് ഞാൻ എന്താ വാങ്ങിത്തരേണ്ടത്? എനിക്കൊരു തേങ്ങയും വേണ്ടങ്ങളെ, എന്താന്നില്ലേ? പൊന്നുമോളെ, അങ്ങനെ പറയില്ലേടി. ഇക്കാൻ്റെ കുട്ടിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിക്കൊടുത്തേക്കാം. ഇപ്പം തന്നെ ഇക്കാൻ്റെ അടുത്തതിനുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്തപ്പോൾ വേണ്ടിയത്? പൊന്നുമോളെ, നീ കടുങ്കയൊന്നും ചെയ്യല്ലേ. ഓ, അതാണിപ്പോൾ വിഷയം. അതെ, എനിക്ക് എൻ്റെ ജീവിതം ഹാപ്പിനെസ്സായി ഇരിക്കണം. അല്ലാതെ ഇപ്പോൾ തന്നെ ടയേർഡായി എനിക്ക് സുഖമില്ലാത്ത രീതിയിലൊക്കെ ഞാൻ ജീവിക്കുന്ന പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല.
പിന്നെ എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ? ഇല്ല, എപ്പോഴും കുട്ടി കൂടെ ഉണ്ടാവും. പിന്നെ ഗർഭകാലം എന്ന് വെച്ചാൽ എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. എപ്പോഴും ഛർദിയായിട്ടും ഇഷ്ടപ്പെട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, ഇഷ്ടപ്പെട്ട യാത്ര ഒഴിവാക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ആയിട്ട് എനിക്കിപ്പോൾ ഒട്ടും താല്പര്യമില്ല. സിനത്തെ മോളെ, നമുക്കുണ്ടായി പോയില്ലടി, നീ ഒന്ന് ഡോക്ടർ ചെന്ന് കാണ്, ഉമ്മയുടെ കൂടെ ഒന്ന് പോയി തരുമോ? എന്താന്നില്ലേ? അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദിന് പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. ഇല്ല, എൻ്റെ കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിക്കുവാൻ പോകുന്നില്ല, അവൾ അതിന് സമ്മതിക്കില്ല. ഷെഫി ഉസ്താദ് ഒരു ഭ്രാന്തനെ പോലെ പൊട്ടിക്കരഞ്ഞു. അല്ലാ റബ്ബേ, ഞാൻ ഒത്തിരി വിചാരിച്ചതാണ് റഹ്മാനെ. എനിക്കൊരു കൂടെപ്പിറപ്പില്ല, എനിക്ക് അനിയനില്ല, ജ്യേഷ്ഠനില്ല, പെങ്ങളില്ല. എൻ്റെ ഉമ്മയുടെ ഒരേ ഒരു മോനാണ് ഞാൻ കരുതും എൻ്റേതായിട്ട് എനിക്ക് ആരെങ്കിലും ഒന്നുണ്ടെങ്കിലും. പക്ഷേ എനിക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത അറിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു അല്ലാ. പക്ഷേ എൻ്റെ ഭാര്യയുടെ ആ വാക്ക് കേട്ടപ്പോൾ ഹൃദയം നുറുങ്ങുന്ന വേദനയാണല്ലോ. ഷെഫി ഉസ്താദ് ആ റൂമിൽ നിന്ന് ആരും കാണാതെ പൊട്ടി കരയുകയാണ്. അല്ലാ, നീ കാണുന്നുണ്ടല്ലോ. എന്താണെന്നറിയില്ല, വല്ലാത്തൊരു വിഷമം. അതെ, താൻ ആറ്റുനോറ്റ് പ്രതീക്ഷയോടെ ഉണ്ടായത് എനിക്കൊരു കുഞ്ഞ്, അത് അവൾ ഇല്ലാതാക്കുമോ എന്നുള്ള ഭയം. എന്നാൽ ഈ സമയം പിറ്റേന്ന് രാവിലെ ഉമ്മ വന്ന് വിളിക്കുന്നു. മോളെ സീനത്തെ, ഉമ്മാനെ കുട്ടി ചായ അടിച്ചോ? എനിക്കിപ്പോൾ വേണ്ട. എന്താ? എനിക്ക് എന്തൊക്കെയാണ്? നിങ്ങളെല്ലാവരും കൂടി എന്നെ എന്താ കാട്ടിയിരിക്കണത്? പൊന്നുമോളെ, കല്യാണം കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ പതിവന്നല്ലേ. എന്നിട്ടും നിങ്ങൾ പല ദിവസങ്ങളിലും ഒറ്റപ്പെട്ട രീതിയിലൊക്കെ അല്ലേ. എൻ്റെ പെണ്ണ് തന്നെയാണ് അവസാനമായിട്ട് സ്നേഹം കാണിച്ചത് ഞാനാണ്. പോവല്ലേ വിചാരിച്ചിട്ട് വേണ്ടില്ലായിരുന്നു, ഒന്നിനും നിൽക്കേണ്ടില്ലായിരുന്നു. മോളങ്ങനൊന്നും പറയില്ല. വരി ചായ കുടിച്ചോളൂ. എനിക്ക് വേണ്ട. എന്നാൽ വരും, നമുക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന ഗ്ലൂക്കോസ് എറ്റിക്കൊണ്ട് ക്ഷീണം ഉണ്ടാവും. എന്തിനൊരു ഗ്ലൂക്കോസിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്താന്നില്ലേ, എന്നാൽ മാറ്റിക്കൊള്ളു, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം മോളെ, ഒന്ന് ഡോക്ടറെ കാണിച്ചു വരാലോ. എന്തൊക്കെ തന്നെയല്ലോ അവൾക്ക് ഉറപ്പായിരുന്നു താൻ ഗർഭിണിയാണ് എന്നുള്ള ആ ഒരു കാര്യം. അത് രാജേഷിന് ഒട്ടും ഇഷ്ടമല്ല, അതെനിക്ക് നന്നായിട്ടറിയാം. അവൾ കോളേജിലേക്ക് പോകണ്ടേ എന്ന് കരുതി അവൾ പെട്ടെന്ന് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തു. ബാഗും ഇട്ടിറങ്ങുമ്പോൾ ഉമ്മ ചോദിച്ചു, മോളെ സീനത്തെ, മോള് സ്കൂളിൽ പോവുകയാണോ? പിന്നെന്താ ഇവിടെ അങ്ങ് നിൽക്കുകയെ? അല്ലേ മോളെ, അത് നിങ്ങളൊന്ന് പോയിക്കാണേ. അവൾ നേരെ അതാ ആ ബാഗും എടുത്ത് നടന്നകുന്നു. മോളെ, എന്തെങ്കിലും കുടിച്ചിട്ട് പോയിക്കോളി, തല കറങ്ങി വീഴും. തല കറങ്ങി വീഴാൻ ഞാനല്ല, നിങ്ങളൊന്നല്ലല്ലോ. നിങ്ങൾ തലയിൽ നിന്ന് പോയി കിട്ടിയതിനൊരു സമാധാനം. അതും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞ് നടക്കുന്നു. സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ സങ്കടപ്പെട്ട്, പഠിച്ചവനെ വീട്ടുകാരോട് വിളിച്ച് പറയായിരിക്കും നല്ലത്, ഡേറ്റ് തെറ്റിക്കണമെന്നുള്ളത്. അല്ലെങ്കിൽ ഓള് ഞാൻ പറഞ്ഞൊന്നും കേൾക്കണില്ല. എന്തായാലും ഷെഫിനോട് ചോദിച്ചിട്ടോ? വേണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. അങ്ങനെ അതാ അവൾ നേരെ പോകുന്നു കോളേജിലേക്ക്. നടക്കുവാൻ കഴിയുന്നില്ല, ക്ഷീണം വല്ലാതെയുണ്ട്. എന്തിനാണ് ഞാൻ ഈ ഭാരം വെച്ചുകൊണ്ട് നടക്കുന്നത്? എനിക്കതുകൊണ്ട് എന്താ? എനിക്കൊരു ഇഷ്ടവുമില്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ ഗർഭം ചുമന്ന് നടക്കുക ഞാൻ. എന്തിന് വെറുതെ ഓരോന്ന്. എൻ്റെ അമ്മോ, കഴിയണില്ല. അവളന്ന് കോളേജിലേക്ക് അങ്ങോട്ട് എത്തിയില്ല. പാതി വഴിയിൽ തന്നെ അവൾക്ക് വല്ലാതെ ക്ഷീണം അനുഭവപ്പെട്ട് അവൾ ഇരുന്നു. അവൾ ഫോൺ എടുത്തു, വിളിച്ചു നേരെ രാജേഷിന്. ഹലോ ഏട്ടാ. ആ പറവണ്ണേ, എവിടെ നീയേ? ഞാനിതവിടെ ഇരിക്കുന്നുണ്ട്, കോളേജിന് മുമ്പിലായിട്ട് കയറിയിട്ടില്ല. ഇതാ ഞാൻ ഇപ്പം അങ്ങോട്ട് വരാം. അപ്പോഴേക്കും ബുള്ളറ്റിൽ അവൻ ഓടിയെത്തി. ആ എന്താ? എനിക്ക് എന്തൊക്കെയോ ആകുന്നുണ്ട്, തല കറങ്ങുന്ന പോലെ. നീ ഫുഡ് കഴിച്ചില്ലേ? ഫുഡൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. അതെന്താ ഫുഡ് കഴിക്കാതിരുന്നത്? എനിക്ക് എന്തൊക്കെയോ. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അത് പറ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൂടെയുള്ള ജീവിതമാണ് നിനക്ക് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം. അതല്ല, നീ നിൻ്റെ ഇഷ്ടത്തിന് പോകുകയാണെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഞാൻ നിർബന്ധിക്കുന്നില്ല, നിൻ്റെ ഇഷ്ടം, നിൻ്റെ ചോയ്സാണ്. എനിക്ക് ഗർഭിണികൾ പൊതുവെ ഇഷ്ടമല്ല. കാരണം അവരെപ്പോഴും ടയേർഡായിരിക്കും, ക്ഷീണത്തിലായിരിക്കും. മാത്രമല്ല, നമ്മൾ വിചാരിച്ച രീതിയിലൊന്നും ഒന്നും നടക്കില്ല. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. സീനത്തെ, നിനക്കും നല്ല ക്ഷീണമുണ്ട് കണ്ടിട്ട്. പിന്നെ വാ, ഫുഡ് എന്തെങ്കിലും വാങ്ങി കഴിക്കാം. എനിക്കൊന്നും വേണ്ട. സീനത്തെ, നിൻ്റെ കയ്യിൽ ക്യാഷ് വല്ലതുണ്ടോ? ഒരു നിമിഷം ആ ഒരു ചോദ്യം കേട്ട് അവൾ ഞെട്ടിപ്പോയി. ഇല്ല, ഞാൻ ബസ്സിൻ്റെ ക്യാഷ്. കുറച്ച് ക്യാഷ് കൈ പിടിച്ചോണ്ടി. ഭർത്താവ് ഗൾഫുകാരനാണല്ലോ, കുറച്ചധികം വാങ്ങി വെച്ചോണ്ടി, പല ആവശ്യങ്ങൾ ഇനി വേണ്ടി വരും.
അത് എന്താണ്? അല്ലേ, വാങ്ങി വെച്ചോണ്ടിന്ന് പറയാം. ഓക്കെ, ക്ലാസ്സിലേക്ക് പോയിക്കോ. ഇനിയിപ്പോൾ എന്താ, കുറച്ച് ക്യാഷ് വാങ്ങിയിട്ട് എന്നെ വിളിക്കേ കേട്ടോ. അങ്ങനെ അത് അവൾ ക്ലാസ്സിലേക്ക് പോയി. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അതെ, തൻ്റെ കൈകാലുകൾ തളരുന്നു, എന്തൊക്കെയോ പ്രയാസം അനുഭവപ്പെടുന്നു. ശരിക്കും അവൾക്ക് ദേഷ്യമാണ് വരുന്നത് എല്ലാവരോടുമായിട്ട്. എന്തൊക്കെ തന്നെയാലും ക്ലാസ് കഴിഞ്ഞ് അവൾ തിരികെ പോകാൻ സമയത്തും അവൻ അവിടെ ഉണ്ടായിരുന്നു. അതെ, ക്യാഷ് ഉണ്ടെങ്കിൽ എടുത്ത് വന്നോട്ടോ, നാളെ എന്താ നമുക്ക് ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. രാജേഷിൻ്റെ വാക്ക് കേട്ട് അവൾക്ക് എങ്ങനെയെങ്കിലും ഇതിൻ്റെ ശരീരത്തിൽ നിന്ന് ഒന്നൊഴിവാക്കണം എന്നുള്ള രീതിയിലാക്കായി അവളുടെ ചിന്തകൾ. അന്ന് ക്ലാസ് കഴിഞ്ഞ് അവളന്ന് നേരെ റൂമിലേക്ക് പോയി തൻ്റെ ഭർത്താവിനെ വിളിക്കുകയാണ്. മെസ്സേജ് അയക്കുന്നു. ഷെഫിക്ക, പിന്നെ എന്തൊക്കെയോ എനിക്ക് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ ഇനി ഹോസ്പിറ്റലിൽ പോകാനും എൻ്റെ കയ്യിൽ ക്യാഷില്ല. ഉമ്മാൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ വാങ്ങുന്നത് മോശമല്ലേ? ഇക്ക ക്യാഷ് കുറച്ച് അയക്കി. എൻ്റെ പ്രിയപ്പെട്ട പെണ്ണിൻ്റെ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ ഷെഫി ഉസ്താദിന് സമാധാനമായി. എൻ്റെ പൊന്നുമോളെ സീനത്തെ, ഇക്കാൻ്റെ കുട്ടിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരുമല്ലോ. എൻ്റെ മോള് നല്ല രീതിയിൽ നിൽക്കണം കേട്ടോ, പ്രയാസങ്ങളൊന്നും ഉണ്ടാകാതെ നിൽക്കണം. മോൾക്ക് വേണ്ടിയിട്ട് എന്ത് ഞാൻ തരും. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ക്യാഷിൻ്റെ കാര്യത്തിലോ സാധനത്തിൻ്റെ കാര്യത്തിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് അറബി ഇന്നലെയും തന്നു ക്യാഷ്. എന്താവശ്യത്തിന് വേണ്ടിയിട്ട് ചോദിക്കുവാനും പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിലൊന്നും മോളെ ഇപ്പോൾ ഒരു വിഷമവും പ്രയാസമില്ല. ഇപ്പോഴുള്ള ആകെയുള്ള ഒരു പ്രയാസം ഇത് മാത്രമാണ്. നിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോഴാണ് മോളെ എനിക്ക് സങ്കടം വന്നത്. സത്യം പറഞ്ഞാൽ ഇക്കാൻ്റെ കുട്ടി ഒന്നും ചെയ്യരുത്. എന്ത് ചെയ്യാൻ, ഞാനങ്ങനെ ചെയ്യോ? എന്താ നിങ്ങളീ പറയുന്നത്? ക്യാഷ് അയച്ചോലിട്ടോ. അവൾ അവശയാണെങ്കിലും അതെല്ലാം പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തു. എന്താന്നില്ലേ എന്നോട് കളി. കുറച്ച് സോപ്പിട്ട് നിന്നില്ലെങ്കിൽ ക്യാഷിൻ്റെ കാര്യം അത് നടക്കില്ല. സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി സ്വന്തം ഭർത്താവിനോട് ക്യാഷ് ആവശ്യപ്പെടുന്ന നീചയായ പെണ്ണ് സീനത്ത്. എന്നാൽ ഈ സമയം ഉമ്മ അവളോട് പറയുവാൻ നിൽക്കുകയാണ്. മോളെ, ഹോസ്പിറ്റലിലേക്ക് മോള് പോരുന്നില്ലെങ്കിൽ മോള് നിൻ്റെ ഉമ്മാനോട് വിളിച്ച് പറഞ്ഞിട്ട് ഓലെ കൂടെ പോവാം. ഞാൻ എന്നെ വിളിക്കായിട്ടില്ലല്ലോ, അന്നെ കുറേ ഞാൻ വിളിച്ച്. എന്താ ഉമ്മ, എന്തോ ഡേറ്റ് ഏറ്റുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി? ഇതെന്താ? അല്ല മോളെ, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നേ. ഒന്നുമില്ല. എന്നാൽ ഞാൻ ഉമ്മാനോട് വിളിച്ച് പറയട്ടെ. എന്തിന്? ഉമ്മാനോട് എങ്ങാനും വിളിച്ച് പറയട്ടോ അതിനെക്കുറിച്ച്? എങ്ങാനും ഉമ്മാനോട് ഉപ്പാനോട് ആരോടും പറയണ്ട. നിങ്ങൾക്ക് എന്താ ഇത്ര ബേജാറ് വിളിച്ച് പറയറ്റ്? അവളുടെ നാവ് പത്തിരട്ടിയായിട്ട് ആ ഉമ്മാക്ക് തോന്നി. മോളെ ചാടണ്ട, ഞാനൊന്നും. പിന്നെന്താ, നിങ്ങളെന്താ ഇവിടെ ഇതാകുമ്പോൾ ഇതിന് അങ്ങോട്ട് വിളിച്ച് പറഞ്ഞൊക്കെ? ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. മോളെ, വീട്ടുകാർ വന്ന് കൊണ്ടുപോയിക്കോളും. ഷെഫി ക്യാഷ് അയച്ചിട്ടുണ്ടാവുമല്ലോ, എന്നോട് പറഞ്ഞിരുന്നു അയക്കുന്നുണ്ടെന്നുള്ളത്. മോളെ, എൻ്റെ അക്കൗണ്ടിലേക്ക് കയറിയിരിക്കണോ? ഓ, അതിപ്പോൾ നിങ്ങളത് അറിഞ്ഞോ? എൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ ഭർത്താവ് അയക്കണമെന്നും ഇതാക്കണത്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പാളിയൊക്കെ കൊണ്ട് നടക്കണത്? നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നോക്കിയാൽ പോരെ? അല്ല മോളെ, ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഒരു ഹോസ്പിറ്റല്. ഓൻ്റെ റബ്ബേ, എന്തിനാണ് നിങ്ങൾ ഇട്ട് ഇടങ്ങാറാക്കണേ? എനിക്ക് കഴിയൂലത്. ഓൻ്റെ റബ്ബ്, എനിക്ക് പഠിക്കാൻ കഴിയണില്ല, ക്ലാസ് എടുക്കാൻ കഴിയണില്ല. എന്തിനാ എന്നെ ഇടങ്ങാറാക്കണേ? മോള് അക്കൗണ്ടിങ് എന്തല്ല പഠിക്കണത്? ഞാൻ പറഞ്ഞു തരാം. അക്കൗണ്ടിങ് ഇനി എടുക്കാൻ പറ്റുമല്ലോ. 6 മാസത്തെ 8 മാസത്തെ കോഴ്സല്ലത്. ഡിഗ്രി കഴിഞ്ഞിട്ട് ആ ഒരു കോഴ്സ് എപ്പം വേണമെങ്കിലും എടുക്കാമല്ലോ. തൽക്കാലം മോളിപ്പോൾ പോകണ്ടെന്നാൽ. അപ്പോൾ തന്നെ അതാ ഷെഫി ഉസ്താദ് ഉമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഹലോ ഉമ്മ, ഞങ്ങൾക്ക് ക്യാഷേ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ ഏകദേശം കാണിച്ചോളി, പോയിക്കോളി. പിന്നെ ഉമ്മ നിങ്ങൾ പറഞ്ഞേക്ക് ഇപ്രാവശ്യം ക്ലാസ്സിന് പോകണ്ടെന്നുള്ളത്. ഇനി അടുത്ത വർഷമൊക്കെ ഇൻഷാ അല്ലാ കുഞ്ഞ് കുറച്ച് ആയിട്ടൊക്കെ പോകും. എന്താ ധൃതി? നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എനിക്കിവിടെ ഇഷ്ടം പോലെ ക്യാഷും കാര്യങ്ങളൊക്കെ അറബി തരുന്നുണ്ട്. നമുക്ക് ജീവിക്കാനുള്ള അതിൻ്റെ അപ്പുറം അൽഹംദുലില്ലാ കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട്. മോളെ, ഞാൻ മോളത്ത് ഫോൺ കൊടുക്കാം. മോനെ എന്നെ പറഞ്ഞോ. ഹലോ, സീനത്തെ മോളെ, ഹോസ്പിറ്റലിൽ പോയിക്കോളൂ, ക്യാഷ് അയച്ചില്ലേ. പിന്നെ തൽക്കാലം ഇപ്പോൾ പഠിക്കാനൊന്നും പോകണ്ട കേട്ടോ. ഇപ്പോൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നിനക്ക് കഴിയൂല. കാരണം ഇനിയിപ്പോൾ കഴിയട്ടെ, ഒന്ന് റെസ്റ്റ് എടുക്ക് നീ.
കുറേ ഡിഗ്രി ആയിട്ടും അങ്ങനെ ആയിട്ടും ഓൺലൈനായിട്ടൊക്കെ പഠിച്ചില്ലേ, ഇനിയിപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ആയില്ലേ, ഇനി നീ കോഴ്സ് എടുത്ത് പഠിച്ചാൽ കുഴപ്പമില്ല, ക്യാഷ് പോയിക്കോട്ടെ, നോ പ്രോബ്ലം, നമുക്ക് വേറെ കോഴ്സ് എടുത്ത് പഠിക്കാം. നിങ്ങളെന്തീ പറയണത്? ഞാൻ 1 മാസം കഴിഞ്ഞു പോക്ക് തുടങ്ങിയിട്ട്, അപ്പോൾ ഇതൊന്ന് മുടക്കുകയാണോ? 8 മാസത്തെ കോഴ്സല്ലേ, ഒന്നല്ല ആയിട്ടുള്ളൂ, സാരല്ല, നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ, നീ ദയവായി ക്ലാസ്സിലേക്ക് ഇനി പോവണ്ട, ഞാൻ സാറിനോട് വിളിച്ച് പറഞ്ഞേക്കാം നെക്സ്റ്റ് ഇയർ ചേരാൻ. ഒന്ന് പോയി തരുമോ? എൻ്റെ പഠിപ്പ് മുടക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? എൻ്റെ റബ്ബേ, വല്ലാത്തൊരു പുതുമായി പോയത്. ഇവരെന്ത് കുട്ടികളൊന്നും കാണാത്ത പോലെ ഇങ്ങനെയൊക്കെ ഒരു കാട്ടിക്കൂട്ടില്ലേ? അവൾ ഓരോന്ന് പറയാൻ തുടങ്ങി. ഷെഫി ഉസ്താദ് ഫോൺ കട്ട് ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ ഓളുടെ മനസ്സൊന്ന് മാറ്റിയെടുക്കണം, അതിനിപ്പോൾ എന്താ ചെയ്യുക? ഓളിപ്പോഴും എന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ അവൾ അങ്ങനെ ചെയ്യുമെന്ന് കരുതിയിട്ട് അവളെ ഭയന്നിട്ടും കാര്യമില്ലല്ലോ. നേരെ അവളുടെ ഉപ്പയോടൊന്ന് വിളിച്ചു പറഞ്ഞാലോ? ഷെഫി ഉസ്താദ് അപ്പോൾ തന്നെ അതാ ഉപ്പയ്ക്ക് വിളിക്കാൻ, അല്ലെങ്കിൽ വേണ്ട, ഈ വിഷയം ആണുങ്ങൾ സംസാരിക്കുന്നതിനേക്കാളും നല്ലത് പെണ്ണുങ്ങൾ സംസാരിക്കുമായിരിക്കും. നേരെ ഉമ്മാക്ക് വിളിച്ചു. ഉമ്മ, നിങ്ങൾ സീനത്തിന് ഉമ്മയോടൊന്ന് വിളിച്ച് പറയും, ഇങ്ങനെയൊക്കെ സംഭവമുണ്ട്, അവൾ ഒന്നും ഒരു ഇതില്ല എന്നൊക്കെ പറഞ്ഞു. പൊന്നു മോനെ, എന്നെ വെച്ചേക്കുവോ? ഞാൻ നേരത്തെ കാര്യം പറഞ്ഞാണ്, എൻ്റെ തലേക്ക് ഇങ്ങോട്ട് കയറിയോളൂ. ഉമ്മ ഒന്ന് പറഞ്ഞോളൂ, എന്തായാലും വേണ്ടിയില്ലല്ലോ, അപ്പം എന്ത് ചെയ്യത്? അവൾ റൂമിൽ പോയി വാതിലടച്ച് കിടന്നിട്ടുണ്ട്. അപ്പോഴേതാ ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ ഫോൺ എടുത്ത് വിളിക്കുന്നു അവളുടെ ഉമ്മാക്ക്. ഹലോ, അസ്സലാമു അലൈക്കും. മനസ്സിലായോ? വലൈക്കും അസ്സലാം. മനസ്സിലായി. പിന്നെ എൻ്റെ മോൻ എന്നാളിനെ വന്ന് കുറേ ചീത്ത, നിങ്ങളങ്ങനെ കാട്ടാൻ പാടുണ്ടോ, അങ്ങനെ എങ്ങനെ? ഞാനേ നമ്മൾ പെമ്മക്കൾ വന്ന് പരിയെന്തേലും പറയുമ്പോൾ നമുക്കൊരു ഇടങ്ങാറില്ല, അതുകൊണ്ടാണ് ഞാനത് വന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ നിങ്ങളെ കിട്ടിയതൊക്കെ ഭാഗ്യമാണ്, നമ്മളെ മോളെ പ്രശ്നം നമുക്കത് അറിയില്ലല്ലോ, എന്തായാലും നിങ്ങൾ പൊരുത്തപ്പെട്ടേരിട്ടാ. പിന്നെ അതൊന്നും സാരമില്ല, എൻ്റെ മനസ്സിലാവൊന്നുമില്ല, അത് സാരമില്ല, അപ്പം നമുക്ക് അറിയില്ലോ, തെറ്റിദ്ധരിച്ച് വന്നതല്ലേ. അതെ, മോൾക്ക് ഇങ്ങനെ വിശേഷമുണ്ട്. ആർക്ക്? സീനത്തിനോ? പഠിച്ചോന്, മാഷാ അല്ലാ. അല്ല, എന്താ ഞാൻ പറയണില്ല. ഓൾക്ക് ഡേറ്റൊക്കെ തെറ്റിക്കണേ. വന്നതന്നെ കണക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് അസുഖം കാര്യങ്ങളൊക്കെ ഞാൻ 2 3 എന്തായിക്കണ ആർക്കറിയാം. അപ്പോൾ നോക്കിയിട്ടൊന്നും ഉണ്ടാവില്ല, എന്തായിക്കണാവോ. പഠിച്ചോനെ, സത്യമായിട്ടും സത്യമാണ്. അപ്പോൾ ഓൾക്കാണെങ്കിൽ ഓൾ പറഞ്ഞത് എനിക്ക് താല്പര്യമില്ല, ഇപ്പം തന്നെ ഉണ്ടാണ്, ഞാൻ വിചാരിച്ചില്ല, അങ്ങനെ ഒരു പഠിച്ചോനെ ഉണ്ടായത് ഒഴിവാക്കി കളല്ലേ റബ്ബേ. അല്ലാ, ഈ പെണ്ണിന് എന്തിൻ്റെ കേടാ? എന്നാൽ നിങ്ങളെ ഇനി ഞാൻ പറഞ്ഞതായിട്ട് പറയണം, നിങ്ങളൊന്ന് ഉപദേശിച്ച് കൊടുത്താലിട്ടാ. എന്നാൽ ശരി, അസ്സലാമു അലൈക്കും. ഉമ്മ ഫോൺ വെച്ചു. അപ്പോൾ തന്നെ ഉപ്പയെ തിരഞ്ഞ് ഉമ്മ നോക്കി, ഇങ്ങോട്ട് നോക്കി. എന്തടി? അതെ, നമ്മളെ കുട്ടിക്ക് തുടങ്ങുകയാണ് പോലോ, വിശേഷം ഉണ്ട് പോലോ. തുടങ്ങ് വിശേഷം? അതിൻ്റെ പൊന്നാരെ, ഗർഭിണിയാണ് മോള്. അത് കേട്ട് ഉപ്പ വല്ലാതെ അങ്ങ് സന്തോഷിച്ചു. തന്നെ? ആരാ പറഞ്ഞത്? ഓലമ്മ വിളിച്ച് പറഞ്ഞു, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിനു, ഓള് പോരുന്നില്ലെന്നൊക്കെ പറഞ്ഞത്. മാഷാ അല്ലാ, ഞാൻ ആഗ്രഹിച്ചിരുന്നു ഷെഫി ഉസ്താദിൻ്റെ ഒരു കുഞ്ഞ് നമ്മുടെ മോള് പ്രസവിക്കുന്നുവെന്ന്, വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു എനിക്ക്. വേഗം ഒന്നും ഉണ്ടായി കിട്ടിയിരുന്നെങ്കിലും വിചാരിച്ചിരുന്നു ഞാൻ. നല്ലൊരു മനുഷ്യനല്ലേ അദ്ദേഹം. നമുക്ക് നാളെ തന്നെ അങ്ങോട്ട് പോയാലോ? അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ പോയാലോ? ആയിക്കോട്ടെ, എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം. മോനോട് പറഞ്ഞിട്ടില്ല, ഓ രാത്രിയല്ല വരാൻ. അപ്പോൾ തന്നെ ഉമ്മയും ഉപ്പയും അവിടെ നിന്ന് പുറപ്പെടുന്നു. അതെ, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാം, മധുരപലഹാരത്തിനൊക്കെ പൂതിയായിരിക്കും. അവർ ബേക്കറിയിൽ കയറിയിട്ട് നല്ല മധുരപലഹാരങ്ങളും അവൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം വാങ്ങിക്കൊണ്ട് അതാ അവരുടെ വീട്ടിലേക്ക്. ഇനിയിപ്പോൾ നമ്മളെ കാണുമ്പോൾ ദേഷ്യം പിടിക്കോ എന്തോ ആവോ. അവരത് ഷെഫി ഉസ്താദിൻ്റെ വീടിന് മുമ്പിൽ നിർത്തി. ആ വലിയ കവറുകളുമായി അവർ അകത്തേക്ക് കയറി ചെല്ലുന്നതിന് മുമ്പായിട്ട് ബെല്ലടിക്കുന്നു. അല്ല, ആരാണത്? ഉമ്മ വായ തുറന്നോക്കി, ബെല്ലടിക്കണുണ്ടില്ലേ, എനിക്ക് കെടുക്കാനും സമ്മതിക്കൂല. ആരുല്ലേ? വാതിലിനെ പതുക്കെ മുട്ടി. വന്നോളൂ. പെട്ടെന്ന് അമ്മ വാതിൽ തുറന്നു. അല്ലാ, ആരത്? പഠിച്ച റബ്ബേ, ഇങ്ങോട്ട് കയറിക്കോളി, ഇരിക്കിട്ടോ. പഠിച്ചോനെ. മോളെ, സീനത്തെ മോളെ,
എന്താണ്? ആര് വന്നിക്കണ് നോക്ക്, ആരാണ്? മോളെ സീനത്തെ വന്ന് നോക്ക്, ആരാ വന്നിക്കണെന്ന്. അതിൻ്റെ റബ്ബേ, എന്തൊരു ശല്യാണത് റബ്ബേ. അവൾ വാതിൽ തുറന്നു. ഒരു കിടക്കാനും സമ്മതിക്കൂല. മോളെ സീനത്തെ, ഞങ്ങൾ തന്നെയാണ്, എൻ്റെ ഉമ്മ ഇപ്പം തന്നെയാണ്. നിങ്ങളിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? മകളുടെ ആ ഒരു ചോദ്യം കേട്ട് ഉമ്മയും ഉപ്പയും ഒന്ന് ഞെട്ടി. പഠിച്ചോനെ, എന്ത് ഇവള് ഇങ്ങനെ ചോദിക്കണത്? മോളെ, അന്നെ കാണാൻ വേണ്ടി വന്നാണ്. ഇതാ അനക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളും ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. എന്തിനാ കാണാപ്പോൾ വന്നത്? പൊന്നു മോളെ, എന്നെ കാണാൻ ഞങ്ങൾക്കൊരു പൂതി ഉണ്ടാവില്ലേ? ഞങ്ങൾക്ക് വരാൻ പാടില്ലേ? അതിൻ്റെ റബ്ബേ. മോളെ, ഉമ്മാൻ്റെ കുട്ടി ഗർഭിണിയാന്ന് പറഞ്ഞപ്പോൾ നിങ്ങളോട് ആരില്ലാത്ത നുണയൊക്കെ പറഞ്ഞത്? നിങ്ങളെന്തിനാ ഈ നുണ കേട്ട് ഇങ്ങോട്ട് വന്നത്? മകളുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഉമ്മയും ഉപ്പയും ഞെട്ടിപ്പോയി. മോളെ സീനത്തെ, ഉമ്മാനോട് ഉപ്പാനോട് അങ്ങനെ തർക്കത്തിനും പറയല്ലേ മോളെ. ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ പറയുന്നു. നിങ്ങളായിരിക്കില്ലേ ഇതിൻ്റെയൊക്കെ ഏജൻറ്റ്? എന്താന്നല്ലേ, എനിക്ക് ഗർഭം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോൾ എന്തിനാ ഇതൊക്കെ ആയിട്ടുണ്ട് വന്നത്? എനിക്ക് താല്പര്യമില്ല കേട്ടോ ഇപ്പോൾ ഈ ഒരു വിഷയത്തിനോട് എല്ലാവരോടും ഇവിടെ പറയണത്. മോളെ, അത് ശരിക്കും ഉപ്പ ഞെട്ടിപ്പോയി. സീനത്തെ, മര്യാദക്ക് സംസാരിക്കണം, കുറച്ച് കൂടിക്കണം. എനിക്ക് എന്നെ കൊഞ്ചിച്ച് ലാളിച്ച് വഷളാക്കി ഇപ്പം നിലത്തൊന്നല്ല നിൽക്കണത്. ഉപ്പ, നിങ്ങളെന്താ എന്നോട് ഇതൊക്കെ പറയണത്? എനിക്കുമില്ല എൻ്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം ജീവിക്കാനുള്ള, എങ്ങനെ ജീവിക്കണമെന്ന്. നിങ്ങളിങ്ങനെ നിൽക്കണ പോലെ പേടിച്ച് നിൽക്കണോ? അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമില്ലാത്തവരെ കൊണ്ട് കെട്ടിച്ചു. അന്ന് എനിക്ക് പകണ്ട്, എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു ഈ ഒരു ബന്ധത്തിന്. അന്ന് എല്ലാവരും കൂടി പിടിച്ച് കെട്ടിച്ച് കളയനോ എന്നെ ഇഷ്ടമില്ലാത്ത രീതിയിൽ. ശരിക്കും പിതാവിൻ്റെ മുഖത്ത് നോക്കി ആ ഒരു വാക്ക് പറഞ്ഞപ്പോൾ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി. മോളെ സീനത്തെ, അങ്ങനെ ഒച്ച വെച്ച് സംസാരിക്കല്ലേ ഉമ്മാനോടും ഉപ്പാനോടും. ഓലെ നമ്മൾ അവരുണ്ടായിട്ടല്ലേ നീ ഉണ്ടായത്? പഠിച്ച റബ്ബ് പൊറുക്കൂല മോളെ, അങ്ങനൊന്നും പറയില്ലേ. ഇതേ തള്ളേ, ഇങ്ങളോട് വല്ലാതെ ചിലക്കണ്ട. ഇങ്ങളായിരിക്കൂലേ ന്യൂസ് അവർക്ക് കൊടുത്തത്. എനിക്കിപ്പോൾ എന്തായാലും നിങ്ങൾക്കിപ്പോൾ എന്താ പ്രശ്നം? ശരിക്കും അവളൊരു ഭ്രാന്തത്തി പെണ്ണിനെ പോലെയാണ് പറയുന്നത്. ഉമ്മയും ഉപ്പയും ശരിക്കും ഞെട്ടിപ്പോയി. മോളെ, ഉമ്മ പറഞ്ഞു. ഒരു നിമിഷം ഉമ്മ വിചാരിച്ചു, പഠിച്ചോനെ, ഈ ഒരു പെണ്ണിൻ്റെ വർത്താനം കേട്ടിട്ടാണല്ലോ ഞാൻ അന്ന് ഈ ഉമ്മാനെ വന്ന് ചീത്ത തന്നത്. താത്ത, നിങ്ങളോട് പൊറുക്കണം, എൻ്റെ മോളെ സ്വഭാവം ഇത്രക്കും മോശമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. കല്യാണം കഴിഞ്ഞാലെങ്കിലും ഒന്ന് നന്നാവുമെന്ന് വിചാരിച്ചു. സാറില്ല, നമ്മൾ പഠിച്ചവനോട് പ്രാർത്ഥിക്കുക. സീനത്തിന് ദേഷ്യമാണ് വന്നത് എല്ലാവരോടും. അവൾ ഉമ്മയും ഉപ്പയും കൊണ്ടുവന്ന ആ ഒരു പലഹാരങ്ങളും ഫ്രൂട്ട്സുമെല്ലാം കാലുകൊണ്ട് തട്ടിയിട്ട് അവൾ നേരെ റൂമിലേക്ക് കയറി ശക്തമായി വാതിലടച്ച് കുറ്റിയിട്ടു. എന്താന്നില്ലേ ഇവനൊക്കെ വിചാരം? എന്ത് വിചാരിച്ച് നിൽക്കുക? എന്നാൽ ഷെഫി ഉസ്താദിൻ്റെ ഉമ്മയും ഉപ്പയും ആശ്വസിപ്പിച്ചു. സാരമില്ല, അത് അങ്ങനെ തന്നെയാണ് എന്നും എന്നോടും. ഞാൻ ക്ഷമിച്ച് നിൽക്കുകയാണ്. ഇന്ന് നന്നാവും നാളെ നന്നാവുമെന്ന് വിചാരിച്ചിട്ട്. എൻ്റെ മോനോടും അങ്ങനെ തന്നെ. ആ ഉമ്മ കരയുകയായിരുന്നു. സാരമില്ല. ഉമ്മ നിലത്ത് വീണ ആ ഒരു ഫ്രൂട്ട്സും പലഹാരങ്ങളുമെല്ലാം പെറുക്കി തിന്നണ സാധനങ്ങളോട് തട്ടിയിട്ട് പോയത്. പഠിച്ചവൻ എന്തൊരു അഹങ്കാരം റബ്ബേ. ഇക്ക, നമ്മളെന്തെങ്കിലും ചെയ്യുക? ഈ പെണ്ണിൻ്റെ സ്വഭാവം എന്തെങ്ങനെയായിപ്പോയത്? എന്താ ചെയ്യുക? പറഞ്ഞിട്ട് കാര്യമില്ല. ഓൾക്ക് എന്താ ഓൾ വിചാരിച്ചിരിക്കണത്. മോളെ സീനത്തെ, ഞങ്ങൾ പോവാണ്. ഞങ്ങൾ വന്നതിന് പേരിൽ നീ വയറിൻ്റെ ആകുന്നു വേണ്ട, ഞങ്ങൾ പോയിക്കോളാം. നിൻ്റെ ഇഷ്ടം പോലൊക്കെ നടക്കട്ടെ. ആ പിതാവ് കണ്ണീരോടെയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, വയറ് നിറഞ്ഞു. ഞങ്ങൾ സ്വന്തം മകൾ ഞങ്ങളെ മുഖത്ത് നോക്കി തുപ്പിയ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. ആ പിതാവ് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഉമ്മയും പറഞ്ഞു, പഠിച്ചവനെ, ഇങ്ങനത്തെ മക്കളൊന്നും ആർക്കും കൊടുക്കാതെക്കട്ടെ. കണ്ണീരോടെ അവർ ഇറങ്ങിപ്പോന്നു. അതെ, സ്വന്തം മകളുടെ അരികിലേക്ക് വന്നപ്പോൾ ചീത്ത പറഞ്ഞ് ആട്ടുകയാണ് ചെയ്തത്. റബ്ബേ, ഒരാൾക്കും ഇങ്ങനത്തെ മക്കൾ കൊടുക്കല്ലേ അല്ലാ. ആ ഉമ്മയും ഉപ്പയും ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.